സോ ഹേ ഗൈസ്, ഇന്നൊന്ന് സംസാരിക്കാൻ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ MG യൂണിവേഴ്സിറ്റി BBA സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് സെമസ്റ്റർ 6 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആൻഡ് വെയിറ്റേജിനെ പറ്റിയിട്ടാണ്. സോ നമുക്ക് പതിവ് പോലെ തന്നെ ഫസ്റ്റ് വെയിറ്റേജിനെ പറ്റി സംസാരിക്കാം. ഓരോ മോഡിൽ നിന്ന് നമുക്ക് എത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. സോ മോഡ്യൂൾ വണ്ണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 2 വെരി ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് 2 മാർക്കിൻ്റെ, അതുപോലെ തന്നെ 2 ഷോർട്ട് എസ്സേ, ഒരു എസ്സേ, 300 കൂട്ടി ഏകദേശം 29 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഈ ഒരു മോഡ്യൂൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, നിങ്ങൾക്ക് പാസ്സാകാനായിട്ട് ഈ ഒരു മോഡ്യൂൾ മൊത്തം കവർ ചെയ്ത് ഞങ്ങൾക്ക് ഈസി പാസ്സാവുന്നുള്ളൂ. ഞാൻ മോഡ്യൂൾ 2നെ പറ്റി ഇപ്പോൾ സംസാരിക്കുകയാണെങ്കിൽ മോഡ്യൂൾ 2 ഇന്ന് സെയിം സ്ട്രക്ചർ തന്നെയാണ്. ഒരു 29 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ്, അതായത് 2 ഷോർട്ട് എസ്സേ, ഒരു എസ്സേ, 2 വെരി ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്, 300 കൂട്ടി 29 മാർക്കിൻ്റെ. സോ ഫസ്റ്റ് 2 മോഡ്യൂൾ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു മാർക്ക് മേടിച്ച് എക്സാം പാസ്സാവുന്നുള്ളൂ. പിന്നെ തേർഡ് മോഡ്യൂളിൽ നിന്ന് മോഡ്യൂൾ 3ൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ നിന്നൊരു 3 വെരി ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്, ഒരു ഷോർട്ട് എസ്സേ, അതുപോലെ തന്നെ ഒരു എസ്സേ, 3 കൂടി ചേർത്ത് ഒരു 26 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ നിന്ന് വരുന്നത്. ഓക്കെ, ഇനി മോഡ്യൂൾ 4ൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മോഡ്യൂൾ 4 ഇന്ന് എസ്സേ ഉണ്ടാവുകയല്ല, എസ്സേ പ്രതീക്ഷിക്കേണ്ട, 3 വെരി ഷോർട്ട് ആൻസർ, അതുപോലെ തന്നെ 2 ഷോർട്ട് എസ്സേ വരാനുള്ള ചാൻസ് വളരെ കുറവാണ് ഈ ഒരു മോഡ്യൂളിൽ നിന്ന്. അപ്പം ഒരു 16 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഈ ഒരു മോഡ്യൂളിൽ നിന്ന്. ഓക്കെ, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും ലാസ്റ്റ് നോക്കിയാൽ മതി. ലാസ്റ്റ് മോഡ്യൂൾ 5th മോഡ്യൂളിൽ നിന്നാണെങ്കിൽ 2 വെരി ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്, 2 ഷോർട്ട് എസ്സേ, ഒരു എസ്സേ, ദ സെയിം ഫോർമാറ്റ് 1 and 2 പോലെ തന്നെ 29 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാം. ഇനി എക്സാം പാസ്സാവാനായിട്ടുള്ള എന്ന് വെച്ചാൽ ഇവിടെ നോക്കുക, നിങ്ങൾക്ക് ഫസ്റ്റ് മോഡ്യൂൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്? 29 മാർക്സിൻ്റെ. വെരി ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ഡെഫിനേഷൻ പഠിച്ച് വെച്ചിരിക്കുക. കോർപ്പറേറ്റ് സ്ട്രാറ്റജി, കോർപ്പറേറ്റ് പോളിസി, SWOT അനാലിസിസ്, സ്ട്രാറ്റജിക് ഇൻറ്റൻറ്റ്, ജനറിക് സ്ട്രാറ്റജി, അങ്ങനെയുള്ള ചെറിയൊരു ടേംസ് പഠിച്ച് വെച്ചിരിക്കുക. അതുകൊണ്ട് ഷോർട്ട് എസ്സേയിൽ ഡിസ്ക്രൈബ് ദി ഇമ്പോർട്ടൻസ് ഓഫ് സ്ട്രാറ്റജി, ഫീച്ചേഴ്സ് ഓഫ് സ്ട്രാറ്റജിക് ഡിസിഷൻസ്, 7S ഫ്രെയിംവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിച്ചിരിക്കുക. ലെവൽസ് ഓഫ് സ്ട്രാറ്റജി, ഇലിസ്ട്രേറ്റ് ദ കോൺസെപ്റ്റ് ഓഫ് സ്ട്രാറ്റജി ആൻഡ് സ്ട്രാറ്റജിക് ടാക്ടിക്സ്. അതുപോലെ തന്നെ എസ്സേയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ എക്സ്പ്ലെയിൻ ദി സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് പ്രോസസ് ആൻഡ് ഇറ്റ്സ് സ്റ്റെപ്സ്, എക്സ്പ്ലെയിൻ ദ മെക്കൻസി 7S മോഡൽ ഇൻ ഡീറ്റെയിൽസ്. ഈ 2 എസ്സേ, അതുപോലെ തന്നെ ഈ ഒരു ഷോർട്ട് എസ്സേ ഇത്രയും കവർ ചെയ്യുക. അതുപോലെ തന്നെ ഇതും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഒരു എക്സാം പാസ്സാവുന്നുള്ളൂ. ഓക്കെ, ഫസ്റ്റ് മോഡ്യൂളിൽ തന്നെ. ഇനി അതല്ല, നല്ല മാർക്സ് മേടിക്കണം. സെക്കൻഡ് മോഡ്യൂളിലേക്ക് വരികയാണെങ്കിൽ എൻവയോൺമെൻറ്റൽ സ്കാനിങ്ങിൽ ഈ ഒരു മോഡ്യൂളിൽ നിങ്ങൾ വെരി ഷോർട്ട് ആൻസറിലുള്ള ഇങ്ങനത്തെ ടേംസ് പഠിച്ച് വാട്ട് ഈസ് EFAS, IFAS, അതുപോലെ തന്നെ ബിസിനസ് സ്ട്രാറ്റജി, വാല്യൂ ചെയിൻ അനാലിസിസ്. ഷോർട്ട് എസ്സേയിലേക്ക് പോകുകയാണെങ്കിൽ ഡിസ്ക്രൈബ് ദ പ്രോസസ് ഓഫ് ഇൻറ്റേർണൽ എക്സ്റ്റേർണൽ എൻവയോൺമെൻറ്റൽ സ്കാനിങ്, വാല്യൂ ചെയിൻ അനാലിസിസ്, primary activities, components of macro environment, purpose of EFS, IFS. അതുപോലെ എസ്സേ പാർട്ടിലേക്ക് വരികയാണെങ്കിൽ ഡീറ്റെയിൽ നോട്ട് ഇൻഡസ്ട്രി അനാലിസിസ് ഇമ്പോർട്ടൻ്റ് ആണ്, വെരി. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അത് കവർ ചെയ്യുന്ന മാക്സിമം കവർ ചെയ്യാൻ നോക്കുക. എക്സ്പ്ലെയിൻ വേരിയസ് ടെക്നിക്സ് യൂസ്ഡ് ഫോർ എൻവയോൺമെൻറ്റൽ സ്കാനിങ്. അപ്പോൾ ഈ ആദ്യത്തെ 2 മോഡ്യൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആദ്യത്തെ 2 മോഡ്യൂൾ നിങ്ങൾ അതിലൂടെ കവർ ചെയ്യുകയാണെങ്കിൽ ഏകദേശം 58 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. സോ ഈസിലി 58 മാർക്സ്, അത്യാവശ്യം 50 മാർക്സ് നമുക്ക് കവർ ചെയ്യാമെന്നുള്ള ഈ ഒരു ടോപ്പിക്സ് കവർ ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, ഇനി നല്ല മാർക്ക് ഒരു 60+, 80+ സ്കോർ ചെയ്യണമെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ സ്ട്രാറ്റജിക് ഫോർമുലേഷൻ നല്ലോണം നോക്കി വെച്ചിരിക്കുക. ഇവിടെ നിങ്ങൾ നോക്കേണ്ട പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് വെച്ച് കഴിഞ്ഞാൽ എസ്സേ പാർട്ടിലേക്ക് വന്ന് സ്ട്രാറ്റജിക് ഫോർമുലേഷൻ ആൻഡ് സ്റ്റെപ്സ്, എക്സ്പ്ലെയിൻ ദ ബാരിയേഴ്സ് ടു സ്ട്രാറ്റജിക് ഫോർമുലേഷൻ, ഹൗ ടു ഓവർകം ദം. ഈ 2 എസ്സേ പഠിച്ചിരിക്കുക. അതുപോലെ തന്നെ ഷോർട്ട് എസ്സേയിൽ the factors influencing strategic choice, stages of strategy formulation, stability strategy, and the vertical and horizontal integration. ഷോർട്ട് ടേംസും പഠിച്ച് വെച്ചിരിക്കുക. ഇനി 4th മോഡ്യൂളിലേക്ക് വരികയാണെങ്കിൽ 4th മോഡ്യൂൾ ഏറ്റവും ലാസ്റ്റ് കവർ ചെയ്യുക. അതിന് മുൻപ് തന്നെ 5th മോഡ്യൂളിലേക്ക് വന്നിട്ട് ഇവിടെ എസ്സേസ് ഉണ്ട്. ഡിസ്ക്രൈബ് ദ ഡിഫറെൻറ്റ് ടെക്നിക്സ് ഓഫ് സ്ട്രാറ്റജിക് എവല്യൂഷൻ ആൻഡ് കൺട്രോൾ, എക്സ്പ്ലെയിൻ പ്രോസസ് ഓഫ് സ്ട്രാറ്റജിക് കൺട്രോൾ. അതുപോലെ ഷോർട്ട് എസ്സേയിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ടൈപ്സ് ഓഫ് സ്ട്രാറ്റജിക് കൺട്രോൾ, സ്ട്രാറ്റജിക് ഇഷ്യൂസ് ഇൻ സ്മോൾ ബിസിനസ്സസ്, ബെഞ്ച് മാർക്ക് ആൻഡ് ടൈപ്സ്, സ്ട്രാറ്റജിക് ഇഷ്യൂസ് ആൻഡ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ഇനി നിങ്ങൾ
അത്യാവശ്യം നല്ലൊരു സ്കോർ വേണം. ഒരു 60+, 70+ എബവ് സ്കോർ വേണമെന്ന് വെച്ചാൽ മോഡ്യൂൾ 1 2 ബേസാണ് സ്ട്രാറ്റജി മാനേജ്മെൻറ്റ്. അതുകൊണ്ട് നല്ല കവർ ചെയ്യുക. അതിൽ നമ്മുടെ എസ്സേസ് കവർ ചെയ്യുക. ഷോർട്ട് എസ്സേസ് നല്ല പഠിച്ച് വെച്ചിരിക്കുക. ചെറിയ ടേംസ് പഠിച്ച് വെച്ചിരിക്കുക. അതിൻ്റെ തന്നെ മോഡ്യൂൾ 5ലേക്ക് പോവുക. മോഡ്യൂൾ 5 ഒരു എസ്സേ നോക്കി നോക്കുക, 1-2 എസ്സേ നോക്കി നോക്കുക. ഷോർട്ട് എസ്സേയും കവർ ചെയ്തിരിക്കുക, ടേംസും കവർ ചെയ്ത് വെച്ചിരിക്കുക. ഇത്രയും തന്നെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു 60-70 മാർക്സ് സ്കോർ ചെയ്യാനുള്ള ഓൺ ടേബിൾ തന്നെ. ഇനി അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ മൊഡ്യൂൾ 3 കൂടെ കവർ ചെയ്യുകയാണെങ്കിൽ, 4 സ്കിപ്പ് ചെയ്തിട്ടാണെങ്കിലും 3 കൂടെ കവർ ചെയ്യുകയാണെങ്കിൽ നല്ല മാർക്ക് തന്നെ ബൂസ്റ്റ് ഉണ്ടാവും. നല്ല മാർക്ക് തന്നെ മേടിച്ച് ഒരു A+, A ഗ്രേഡ് സ്കോർ ചെയ്യാം. ഇനി നിങ്ങൾ ജസ്റ്റ് പാസ് ചെയ്യുന്ന മൈൻഡ് സെറ്റ് ആണെങ്കിൽ 1-2 മോഡ്യൂൾ കവർ ചെയ്താൽ മതിയാവും. ഓക്കെ. ഇനി അതെല്ലാം കഴിഞ്ഞിട്ട് നല്ല മാർക്ക് മേടിക്കുന്ന ടിപ്സാണ് ഈ ലാസ്റ്റ് കൊടുത്തിരിക്കുന്നത്. അതായത് എസ്സേ നല്ലോണം പ്രയോറിറ്റൈസ് ചെയ്യുക. എസ്സേ നല്ലപോലെ എഴുതാൻ നോക്കുക. 2-3 എസ്സേ 1-2 മോഡ്യൂളിനായിട്ട് 2-3 എസ്സേ നല്ലോണം പഠിച്ച് നോക്കുക. പറഞ്ഞ ഓരോ ടോപ്പിക്സിലും ഓരോ എസ്സേസും മോഡ്യൂൾ 1ഉം 2ലെയും 5ലെയും നല്ലോണം കവർ ചെയ്യുക എസ്സേസ്. അല്ലെങ്കിൽ ഏതൊരു 3 മോഡ്യൂൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 3 മോഡ്യൂളിലെ എസ്സേസും എല്ലാം കവർ ചെയ്തിരിക്കുക. എസ്സേ നല്ലോണം എഴുതാൻ നോക്കുക. രണ്ടിലധികം എസ്സേ അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കുക. കാരണം ഒന്നിൽ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നിൽ കുറച്ച് കൂടുതൽ മാർക്ക് കിട്ടുമല്ലോ. സോ അത് കൺസിഡർ ചെയ്തോളൂ. സോ എസ്സേ നല്ലോണം കവർ ചെയ്യുക. കാരണം എസ്സേയിലാണ് ഏറ്റവും മാർക്കുള്ളത്. 2 എസ്സേയിൽ 30 മാർക്ക് വരും. 20-25 മാർക്കിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാമെന്നുള്ളൂ. നല്ലോണം എഴുതുവാണെങ്കിൽ, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നല്ല സ്ട്രക്ചർ ആയിട്ട് എഴുതുവാണെങ്കിൽ. വെരി ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യാതിരിക്കുക. അത് നിങ്ങളുടെ മാർക്ക് ബൂസ്റ്റ് ചെയ്യുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ ഡയഗ്രാം എക്സാമ്പിൾസൂടെയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾ എക്സാം അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കുക, മീൻസ് എഴുതാൻ നോക്കുക. എസ്പെഷ്യലി ഷോർട്ട് എസ്സേയിലൊക്കെ നല്ല ഡയഗ്രാം എക്സാമ്പിൾസൂടെ കൂടി ഭംഗിയായിട്ട് നീറ്റായിട്ട് എഴുതുക. നല്ല മാർക്ക് നിങ്ങൾക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ്. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും അനലൈസ് ചെയ്യുക. ഓക്കെ. ഇത്രയും കാര്യം നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ ഈസിലി നല്ല മാർക്ക് മേടിച്ചാൽ ഈ ഒരു എക്സാം നിങ്ങൾക്ക് പാസ്സാകുന്നുള്ളൂ. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം. പിന്നെ ഒരു കമൻറ്റ് ചെയ്തിരിക്കുക. എന്നെ മോട്ടിവേറ്റ് ചെയ്യും. താങ്ക്സ് ഫോർ വാച്ചിങ്.